കേരളത്തിൽ നിന്നുള്ള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഭൂരിഭാഗം പേരും സത്യവാചകം ചൊല്ലിയത് മലയാളത്തിൽ. ഹിന്ദിയിൽ പ്രതിജ്ഞയെടുത്ത് ഹൈബി ഈഡൻ. 4 എംപിമാർ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി. ദൃഢപ്രതിജ്ഞയെടുത്ത് കെ രാധാകൃഷ്ണൻ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് എംപിമാർ. മൂന്നാം ഘട്ടത്തിൽ 3 മടങ്ങ് അധ്വാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി. ये चुनाव इसलिए भी बहुत महत्वपूर्ण बन गया है कि आजादी के बाद दूसरी बार किसी सरकार को लगातार तीसरी बार सेवा करने के लिए देश की जनता ने अवसर दिया है. മലയാളത്തിൽ സത്യവാചകം ചൊല്ലി സുരേഷ് ഗോപി. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തം. നിയമസഭയിലേക്കും കളക്ടറേറ്റുകളിലേക്കുമുള്ള KSU മാർച്ചുകളിൽ സംഘർഷം. പ്രതിഷേധവുമായി SFIയും രംഗത്ത്. SFIയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നാളെ KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. മുതലപ്പൊഴി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രകൃതിയുമായി ഇണങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് VD സതീശൻ. സർ, പ്രകൃതിയുമായി ഇഴുകിച്ചേരാത്ത മനുഷ്യനിർമ്മിതികൾ നമ്മുടെ ഭൂപ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും സർവനാശം വരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷയം പൊതുവായ സാമൂഹ്യ പ്രശ്നമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇത് പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ്, ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണ്, പഠനം ആരംഭിച്ചത് നായനാരുടെ കാലത്താണ്. അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതിന്റെ അഭിപ്രായം. നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് എയർ ഇന്ത്യ. ക്യാബിൻ ക്രൂവിന്റെ സമരം മൂലം കുടുംബത്തെ കാണാതെ രാജേഷ് മരിച്ചത് കഴിഞ്ഞ മാസം. മരണത്തിൽ ഉത്തരവാദിത്വമില്ലെന്ന് എയർ ഇന്ത്യയുടെ വിശദീകരണം. കുടുംബത്തിന് ഇമെയിൽ സന്ദേശം ലഭിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ് ചെളിക്കുളമായി കേരളത്തിലെ റോഡുകൾ. ഗ്രാമീണ വഴികളിലേറെ ദുരിതം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, കുണ്ടുപറമ്പ് തണ്ണീർപന്തൽ റോഡിൽ 1 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ കണ്ട കുഴികളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ്. ഇത് കുഴി നമ്പർ 1. ബാക്കി കുഴികളുടെ എണ്ണം ഞാൻ എടുക്കില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോണം. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ്.